ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുളക് ഇട്ട് നല്ല അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കിതിനകത്ത് അരപ്പ് തയ്യാറാക്കി എടുക്കാനാണ് ഈ പാനടപ്പിലേക്ക് വെച്ചേക്കുന്നത്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 4-5 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 4-5 കഷ്ണം മതി. അത് രണ്ടായിട്ട് കീറിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ നല്ലൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 10 ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒരുപാടായി പോകരുത്, അത് കയർപ്പുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഉലുവ ഇടാവും. ഉലുവയും കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 തക്കാളിപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഈ ഉള്ളി നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നിടം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചേക്കുവാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ സ്പൂണിന് 3 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിനകത്ത് മുളക് പൊടി ഞാൻ ചേർത്തേക്കുന്നത് പിരിയും മുളകും എരിയുള്ള മുളകും പകുതി വീതം എടുത്ത് വെച്ച് പൊടിച്ചതാണ്. അങ്ങനെ പൊടിച്ചപ്പോഴേ അങ്ങനെ എടുത്താണ് പൊടിച്ചത്. പകുതി എരിയുള്ള മുളകും പകുതി പിരിയും മുളകും കൂടെ. അപ്പോൾ നമ്മുടെ മീൻകറിക്കുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ മസാലയൊക്കെ നല്ലപോലെ തണുത്ത് ഞാനത് ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലപോലെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. മസാലയൊക്കെ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻകറി വെക്കാനുള്ള ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ചട്ടി ചൂടാവുമ്പോഴേ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് കറി ഒന്ന് നീട്ടി വെക്കാം. നമ്മൾ പൊടിയൊക്കെ നല്ലപോലെ ചൂടാക്കി എടുത്തതുകൊണ്ട് എണ്ണയ്ക്കകത്തിടന്ന് ഒരുപാട് നേരം മൂക്കിയൊന്നും വേണ്ട പൊടികളൊന്നും. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ കറി ഇത്രയും മസാലയൊക്കെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 1 കിലോ മീനിൻ്റെ മസാലയാണ് ഈ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പുളി വെള്ളം ഒഴിച്ചിട്ടിരുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മീൻ പറക്കിയിടാം. മീൻ്റെ അരപ്പൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ പറക്കിയിടാം. അന്നേരം നമ്മൾ കറിയിലേക്ക് മീനൊക്കെ പറക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീൻകറിയൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻകറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെന്ത് എണ്ണ തെളിയുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇനി ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കുറുകിയ ടേസ്റ്റിയായ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.